ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ 2 കോറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ചോദ്യം 1. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ഡാഷിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഉത്തരം: ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന്. ചോദ്യം 2. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഡാഷിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഉത്തരം: ഞങ്ങളുടെ ഹൃദയത്തിൽ. ചോദ്യം 3. ഡാഷ് മരണത്തിലേക്ക് നയിക്കുന്നു. ഉത്തരം: ലൗകികമായ ദുഃഖം. ചോദ്യം 4. നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഡാഷിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു. ഉത്തരം: ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ. ചോദ്യം 5. ഡാഷിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഉത്തരം: ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ. ചോദ്യം 6. ഡാഷ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. ഉത്തരം: തീത്തോസ്. ചോദ്യം 7. അധികം സമ്പാദിച്ചവന് ഡാഷ് അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. ഉത്തരം: ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല. ചോദ്യം 8. തീത്തോസിനെ പറ്റി പറഞ്ഞാൽ ഡാഷിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ. ഉത്തരം: നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ. ചോദ്യം 9. ഡാഷിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ്. ഉത്തരം: വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി. ചോദ്യം 10. എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് ഡാഷ് സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി. ഉത്തരം: നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന. ചോദ്യം 11. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ഡാഷ് സ്നേഹിക്കുന്നത്. ഉത്തരം: ദൈവം. ചോദ്യം 12. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഡാഷ് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉത്തരം: ദൈവകൃപ നിമിത്തം. ചോദ്യം 13. പൗലോസായ ഞാൻ ഡാഷിൻ്റെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഉത്തരം: ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ഞങ്ങളുടെ സമരായുധങ്ങൾ ഡാഷ് അല്ല. ഉത്തരം: ജഡികമല്ല. ചോദ്യം 14. എന്തെന്നാൽ ചിലർ പറയുന്നു ഡാഷ് ഈടുറ്റതും ശക്തവുമാണ്. ഉത്തരം: അവൻ്റെ ലേഖനങ്ങൾ. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന ഡാഷ് ആണ് അവർ. ഉത്തരം: വിഡ്ഢികൾ. ചോദ്യം 16. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഡാഷ് വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. ഉത്തരം: ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന്. ചോദ്യം 17. അല്പം ഡാഷ് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം: ഭോഷത്വം. ചോദ്യം 18. എന്തെന്നാൽ ഡാഷ് പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ഉത്തരം: നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ. ചോദ്യം 19. അത്ഭുതപ്പെടേണ്ട, പിശാചു പോലും ഡാഷായി വേഷം കെട്ടാറുണ്ടല്ലോ. ഉത്തരം: പ്രഭാപൂർണനായ ദൈവദൂതനായി. ചോദ്യം 20. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും ഡാഷിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. ഉത്തരം: സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും. 21. ചോദ്യം. 14 വർഷം മുമ്പ് ഡാഷ് വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ഉത്തരം:
മൂന്നാം സ്വർഗം വരെ. ചോദ്യം 22. ഡാഷ് എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ചും പ്രശംസിക്കും. ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി. ചോദ്യം 23. ഞാൻ അതീവ സന്തോഷത്തോടെ ഡാഷിനു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഉത്തരം നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി. ചോദ്യം 24. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഡാഷ് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരം ഏതു കാര്യവും. ചോദ്യം 25. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഡാഷ്. ഉത്തരം ഞങ്ങൾ സന്തോഷിക്കുന്നു. അടുത്ത വീഡിയോകളിൽ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.